പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെഹൽഗാം അറ്റാക്കിന്റെ പശ്ചാത്തലത്തിൽ നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടക്കാൻ പോവാണ്. പെട്ടെന്നൊരു അറ്റാക്ക് ഏറി നിന്നുണ്ടായാൽ എങ്ങനെ നമുക്ക് സുരക്ഷിതമായിട്ടിരിക്കാം എന്നതാണ് ബേസിക്കലി ഈ മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുപയോഗിക്കുന്ന തന്ത്രമാണ് ബ്ലാക്ക് ഔട്ട്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യൂസ് ചെയ്തൊരു തന്ത്രമാണ്. മീൻസ് ഈ ബ്ലാക്ക് ഔട്ടിന്റെ സൈറൻ കേൾക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വീടിനകത്ത് അടച്ചിരിക്കണം. എനിമിയുടെ വിമാനത്തിന്റെ മിസൈൽസിനൊന്നും നമ്മുടെ വീട് ടാർഗറ്റ് ചെയ്യാൻ പറ്റരുത്. അതാണ് ഇതിന്റെ ലക്ഷ്യം. സോ നമ്മൾ വീട്ടിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുക, പിന്നെ പ്രകാശിക്കുന്ന എല്ലാ സോഴ്സുകളും ഓഫ് ചെയ്യുക. നിങ്ങൾ ലൈറ്റ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കർട്ടൻ ഇടുക, അല്ലെങ്കിൽ പേസ് ബോർഡ് വെച്ച് അടയ്ക്കുക എന്നാണ് അവർ പറയുന്നത്. പിന്നെ നിങ്ങൾ സൈറൻ കേൾക്കുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള വീട്ടിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോവുക. അവിടെ നിങ്ങൾ കുറച്ച് ദിവസം കഴിക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ കരുതുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ മിക്കവാറും ഹാം റേഡിയോ കൂടെ TV-ലൂടെ ഒക്കെ ആയിരിക്കും. അത് ശ്രദ്ധിക്കുക, വിവരങ്ങൾ കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക. നിങ്ങളൊരു പൊതു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറുക. അലാറം 2 തരത്തിലുണ്ട്. ഒന്ന് ഷോർട്ട് അലാറും ലോങ് അലാറും ഉണ്ട്. ലോങ് അലാറം ആണെങ്കിൽ വെരി ഡേഞ്ചറാണ്. ഷോർട്ട് അലാറം ആണെങ്കിൽ ഡേഞ്ചർ ഇല്ലെന്നാണ് അത് കാണിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മസ്റ്റായിട്ട് മേടിച്ച് വെച്ചിരിക്കണം. ബ്ലാക്ക് ഔട്ടിന്റെ സൈറൻ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കറണ്ടും ഗ്യാസും എല്ലാം ഓഫ് ചെയ്യണം. ഇത് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ്. കമ്മ്യൂണിറ്റി തലത്തിൽ പാലിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ഇന്ത്യയിൽ നടക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. ബിക്കോസ് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ കടലിന്റെ സൈഡിലാണ് താമസിക്കുന്നത്. യുദ്ധം ഉണ്ടായാൽ എനിവേ നമ്മളും ടാർഗറ്റ് ചെയ്യപ്പെടും. സോ ആസ് ആൻ ഇന്ത്യൻ നമ്മൾ ഈ മോക്ക് ഡ്രില്ലിന്റെ കൂടെ നിൽക്കുക. മോക്ക് ഡ്രിൽ കൃത്യമായ രീതിയിൽ ചെയ്യുക. കാരണം ഇതൊരു പരിശീലനമാണ്. നമുക്കിതൊക്കെ പുതുമയായിരിക്കാം. ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ ഇതൊന്നും ഒരു പുതുമയല്ല. അവിടെ ഒരു മിസൈൽ എതിർ രാജ്യത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും അടിക്കും. എല്ലാവരും സേഫ് ആയിട്ടുള്ള ബങ്കറിലേക്ക് പോകും. യുദ്ധം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ യുദ്ധം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഉണ്ടായാൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കണമല്ലോ. സോ മോക്ക് ഡ്രിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക.